മാടായിപ്പാറയിലെ കാക്കപ്പൂക്കളെക്കുറിച്ചും വിശാലമായ പ്രകൃതി സൗന്ദര്യവും നാം എപ്പോഴും കേൾക്കാറുള്ളതാണ്. എന്നാൽ ഒരു ജൈവ വൈവിധ്യ കലവറ കൂടിയായ മാടായിപ്പാറയിൽ ലോകത്തിലെ ഏറ്റവും അപൂർവമായ ചില സസ്യജാലങ്ങളുമുണ്ട്. നിംഫോയിഡ് കൃഷൻ കേസര, റൊട്ടാല മലബാറിക്ക. ഒന്നും മനസ്സിലായില്ല അല്ലെ? മാടായിപ്പാറയിൽ കാണുന്ന അപൂർവം ചില സസ്യവർഗങ്ങളാണ് ഇവ. ഇവയിൽ പലതും ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നുമുണ്ട്. മാടായിപ്പാറയിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികൾ ഇവിടുത്തെ സസ്യജന്തു വൈവിധ്യങ്ങൾ കൂടി അറിയേണ്ടതാണ്. വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾക്കും പേരുകേട്ടതാണ് മാടായിപ്പാറ. മാടായിപ്പാറയിൽ നിന്ന് 500-ലധികം സസ്യ ഇനങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രരേഖകൾ വിശദമാക്കുന്നത്. ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാടായിപ്പാറയിലെ ഋതുഭേദങ്ങൾക്കും മാറ്റമുണ്ടാകും. പുൽമേടുകളും മാറി വരും. അവയ്ക്കിടയിൽ ചില പാറപ്പുറ സസ്യങ്ങളും ഓരം ചേർന്ന് വളരുന്നുണ്ട്. ജൂൺ ആദ്യത്തെ മഴയിലാണ് വിത്തുകൾ മുളയ്ക്കുന്നത്. നിയോനോട്ടിസ് സ്പീഷീസ്, എറിയോകൊലോൺ സ്പീഷീസ്, മറ്റു പുല്ലുകൾ എന്നിവയാണ് ആദ്യം കാണപ്പെടുന്ന സസ്യഗ്രൂപ്പുകൾ. തുടർന്ന് കീടനാശിനി സസ്യങ്ങൾ വളരുന്നു. പിന്നീടാണ് കാക്കപ്പൂക്കളും വെളുത്തപ്പൂക്കളും നിരവധി സസ്യജാലങ്ങളും പാറയിൽ ഉണ്ടാവുന്നത്. കുന്നുകളുടെ സംരക്ഷണ കവചമായി കുറ്റിച്ചെടികൾ നിറഞ്ഞ കാടുകളുമുണ്ട്. കളിമൺ ഖനന സ്ഥലത്തോട് ചേർന്നുള്ള കട്ടിയുള്ള കാട് ഈ കുന്നൻ പ്രദേശത്തെ പ്രധാന സസ്യജാലങ്ങളിൽ ഒന്നാണ്. ചിത്രശലഭങ്ങൾക്കും മറ്റു പ്രാണികൾക്കും തേൻ നൽകുന്നതിനൊപ്പം നിരവധി ചെറിയ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇവിടെ അഭയം നൽകുന്നുമുണ്ട്. നിരവധി പേരാണ് മാടായിപ്പാറയെക്കുറിച്ച് പഠനം നടത്താനായി എത്തുന്നത്. മാടായിപ്പാറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചെറുപ്പത്തിലെല്ലാം വരുമ്പോൾ അല്ലെ പച്ചപ്പൂ, ഈ കാക്കപ്പൂ ഇങ്ങനെ കാണാൻ ഭംഗിയായിട്ട് കൂട്ടുകാർക്ക് വന്നിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള നല്ല രീതിയായിരുന്നു. പക്ഷേ ഇപ്പം വരുമ്പം കുപ്പിച്ചില് പൊട്ടിച്ച് മൊത്തം ഫുഡിന്റെ വേസ്റ്റ്, മൊത്തം ഒരു ആ ഒരു പ്രിസ്റ്റീൻനെസ് ഇല്ലേ, ആ ഒരു ലാൻഡിന്റെ അത് കുറഞ്ഞുകൊണ്ട് കുറച്ച് കളയാണ് ആൾക്കാർ. വളരെ അപൂർവമായിട്ടുള്ള സസ്യ ഇനങ്ങളെയും അതുപോലെ തന്നെ എയ്വ്സിൻ്റെ ഒക്കെ വലിയൊരു ഇതുണ്ട്. അപ്പം അത് നമ്മൾ ലോക്കൽ എന്നറിയാം, എന്നിട്ടൊരു ഗ്ലോബൽ തിങ്കിങ്, ആ ഒരു പെർസ്പെക്റ്റീവിൽ കൂടിയിട്ടാണ് ഇവർ വന്നത്. ഇവിടുത്തെ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് വളരെയധികം എംബ്രേസ്ഡ് ആണ്. It's a really very beautiful place with a different scenic view, and I noticed that there are different types of plants that has different type of flowers. If you see certain sections, there are different types of flowers, so it is looking very very beautiful. മാടായിപ്പാറയിൽ നിന്നും 50-ലധികം ഇനം പുല്ലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും പലതും പൂർണ്ണമായി തിരിച്ചറിയാനും ബാക്കിയുണ്ട്. മിക്ക സസ്യജാലങ്ങളും ആദ്യ മഴയോടൊപ്പമാണ് തളിർക്കുന്നത്. മഴക്കാലത്ത് ഇവ തഴച്ചു വളരുകയും അവസാനത്തോടെ ജീവിതചക്രം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. മാടായിപ്പാറയിൽ കാക്കപ്പൂ വസന്തം മാത്രമല്ല, ഇത് വലിയൊരു ജൈവ വൈവിധ്യ കലവറ കൂടിയാണ്. വരും തലമുറയ്ക്ക് വേണ്ടി ഈ ജൈവ സമ്പത്തിനെ നമുക്ക് കാത്തുവയ്ക്കാം. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.